നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 450 450. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം മുതൽക്കാണ് എന്ന് പറയേണ്ടത്. അപ്പോൾ ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവത സ്ത്രീ ഭുവനഗുരോരനുശാസനം ആത്മനോ ലഘുതയാ വനദശിരോധരോ ഭാടം ഇതി സ ബഹുമാനം ഉവാഹ. ഇതിന് വാക്കാർത്ഥം പറയുമ്പോൾ ഇപ്രകാരം ആദരപൂർവം പറയപ്പെട്ട മഹാനായ ഭഗവത് ഭക്തൻ 3 ലോകങ്ങളുടെ ഗുരുവായ ഭഗവാനിൽ നിന്ന് തനിക്കുള്ള ന്യൂനതയെ ഓർത്തിട്ട്, ഇതാണ് ഏറ്റവും പ്രധാനം, അവരവരുടെ ന്യൂനത അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പുരോഗമനം ഉണ്ടാവുള്ളൂ. അത് അന്തര്യാമി നമ്മൾക്ക് സ്പഷ്ടമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും, അല്ലെങ്കിൽ അനുഭവത്തിൽ കൊണ്ടു തരും, അല്ലെങ്കിൽ പ്രചോദനം തരും. അപ്പോൾ തനിക്കുള്ള ന്യൂനതയെ ഓർത്തിട്ട് അവമനിച്ച കണ്ടത്തോടു കൂടിയവനായിട്ട്, അതായത് കണ്ടം ഇടറാൻ തുടങ്ങും. ഇത് ഈ വിവരം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ബഹുമാനപൂർവം അപ്രകാരം തന്നെ എന്നും പറഞ്ഞ് വഹിച്ചു എന്ന് പറഞ്ഞാൽ തിരുത്താനുള്ള തയ്യാറായി എന്നാണ് പറയാം. മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരിക? ശ്രീ ശുഗമുനി അരുളി ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇത് വായിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഒരു കമൻ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഗുഡ് ടു ആക്സെപ്റ്റ്. ഏത് അവരവരുടെ പോരായ്മ ഒരാൾ പറഞ്ഞാൽ അത് തിരുത്താൻ സാധിക്കണം, ഇല്ലെങ്കിൽ അവമാനിക്കപ്പെടും. അപ്പോൾ ഇപ്രകാരം ബ്രഹ്മാവ് സാദരം ഉപദേശിച്ചപ്പോൾ മഹാഭക്തനായ പ്രിയവ്രതൻ ത്രിലോക ഗുരുവായ ശ്രീ നാരായണ ഭഗവാൻ തന്നെ ബ്രഹ്മമുഖത്താൽ അരുളി ചെയ്തതിനെ, അതായത് ഈശ്വരനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. ഈശ്വരൻ മറ്റുള്ളവരുടെ ശബ്ദത്തിൽ നമ്മളോട് സംസാരിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന അപ്ലോസ് പിന്നെ മാത്രമാണോ? അല്ല, നിരാശാജനകമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും. അതിനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാവണം. ആ നിരാശ എൻ്റെ വെൽബീയിങ്സിന് വേണ്ടിയിട്ട് ഭഗവാൻ പറയിപ്പിച്ചതാണ് എന്ന ഒരു മഹാമനസ്കതയോട് കൂടിയിട്ടുള്ള ആക്സെപ്റ്റൻസ് ഓഫ് ദി ഫാക്റ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ മാത്രമാണ് ആര് സന്തോഷിക്കുള്ളൂ? നമ്മുടെ ഹൃദയപത്മത്തിലുള്ള ചൈതന്യം അറിയും. കാതുകളില്ലാതെ കണ്ട് കേൾക്കാനും, കണ്ണുകളില്ലാതെ കണ്ട് കാണാനും, കാലുകളില്ലാതെ കണ്ട് എവിടെ എത്താനും, കൈകളില്ലാതെ കണ്ട് എല്ലാം തരാനും സാധിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ത്രികുലനാഥഭൂത. അതായത് 3 കുലത്തിനെന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറയാം? പിന്നെ ത്രിലോക ഗുരു. അതായത് ജാഗ്രതയിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും നമ്മൾ അലർട്ടായിട്ട് ഉണർന്നിരിക്കുന്നതാരാ? തന്നിലെ ബ്രഹ്മചൈതന്യമാണ്. ആ ബ്രഹ്മചൈതന്യമാണ് നമ്മൾക്ക് പ്രേരണ തരുന്നതും നമ്മുടെ വിഷസ്സുകളെ നിറവേറ്റുന്നതും. അപ്പോൾ പറഞ്ഞു അപ്പോൾ ശിരസ വഹിച്ചു. അതായത് ശ്രീ നാരായണ ഭഗവാൻ തന്നെ ബ്രഹ്മമുഖത്താൽ അരുളി ചെയ്തതിനെ ദണ്ഡനമസ്കാരം ചെയ്ത് ബഹുമാനത്തോടുകൂടി ശിരസ വഹിച്ചു. ഭഗവാനിൽ വെച്ച എത്രയോ ലഘുതരനായവൻ താൻ എന്ന വിനയം. ഈശ്വരനാവണത് അനുഭൂതിയിലാണ്. അഹം ബ്രഹ്മാസ്മി. പക്ഷെ അതിൽ അഹങ്കാരം ഒരു തലനാര എഴുതി വരാൻ പാടില്ല. ഞാൻ കേമനാണ് എന്നുള്ള
മോഹം ഉദിക്കരുത്. അപ്പോൾ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് വാളുകൊണ്ട് അതിനെ വെട്ടണം. താൻ തന്നിലെ പോരായ്മകളെ വെട്ടി നിരത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാനിൽ വെച്ച് എത്രയോ ലഘുതരനായവൻ താൻ എന്ന വിനയം പ്രിയവ്രതൻ ഉണ്ടായിക്കൊണ്ട് പൂർവനിശ്ചയത്തെ ഉപേക്ഷിക്കുകയും അച്ഛൻ പറഞ്ഞ പ്രജാപാലനം എന്നുള്ളത് എനിക്ക് സന്യാസം ചെയ്യണം എന്നുള്ള വാസന കൊണ്ട് വേണ്ടാന്ന് വെക്കാൻ തയ്യാറായത് തിരുത്തി. ഭഗവാൻ പറഞ്ഞു, അല്ല, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ, താൻ അച്ഛൻ പറഞ്ഞത് കേൾക്കണം. അവിടെയാണ്. അപ്പം തന്നിഷ്ടത്തിന് നമ്മൾ വളരരുത്. എപ്പോഴും ധർമ്മത്തെ അനുസന്ധാനം ചെയ്താൽ മാത്രമേ ആ ധർമ്മം നമ്മളെ വഴിതെറ്റാതെ കണ്ട് ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ താൻ എന്ന വിനയം പ്രിയവ്രതനുണ്ടായതുകൊണ്ട് പൂർവ്വനിശ്ചയത്തെ ഉപേക്ഷിക്കുകയും രാജ്യത്തെ സ്വീകരിപ്പാൻ ഉറയ്ക്കുകയും ചെയ്തു. മർക്കടമുഷ്ടി ഉപേക്ഷിക്കാത്തവൻ മഹാനുഭാവനാകയില്ല എന്നും കർമ്മമാർഗം മോക്ഷേച്ഛയുള്ളവനാൽ അഭികാമ്യം തന്നെ എന്നും സൂചിപ്പിച്ചു. സോ ഇമ്പോർട്ടൻ്റ് ആൻഡ് സോ ട്രാൻസ്പാരൻ്റ് ആണ് ഈ സബ്ജക്റ്റ്. എത്രത്തോളം വിനയാന്വിതരായിട്ട് ഇതിനെ ഉൾക്കൊള്ളണോ അത്രത്തോളം അതിൻ്റെ ട്രാൻസ്പെറൻസി മനസ്സിലാവും. ഒടുക്കം വലുതാവുന്നതാരാ? അവരവരെന്നെ. അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തനെ ഏത് നിലയ്ക്കാണ് വളർത്തണത് എന്നുള്ളത് ഈ ശ്ലോകം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 21-ാമത്തെ, ഭഗവാൻ അഭിമനുനാ യഥാവതുപകൽപ്പിതാപചിതി പ്രിയവ്രത നാരദയോ അവിഷം അഭിസമീക്ഷം ആണയോ ആത്മസമവസ്ഥാനം അവാങ്മനസം ക്ഷയം അവ്യക്തഹൃതം പ്രവർത്തയന്നഗമത്. അപ്പോൾ അതിന് വാക്കാർത്ഥം വരുമ്പോൾ, മനുവിനാൽ വിധിപ്രകാരം സമർപ്പിക്കപ്പെട്ട പൂജയോടുകൂടിയ ബ്രഹ്മാവും പ്രിയവ്രതനും നാരദനും വിഷമഭാവമില്ലാത്ത വിധം. അപ്പോൾ ഈശ്വരൻ്റെ വാക്കുകളെ അനുസന്ധാനം ചെയ്താൽ എന്താവും? വിഷമമുള്ള അവസ്ഥ ഉണ്ടാവില്ല. വിഷമമൊക്കെ തുടച്ചു മാറ്റും. വിഷമഭാവമില്ലാത്ത വിധം ആദരപൂർവം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തതും വ്യവഹാരത്തെ അതിക്രമിച്ചിരിക്കുന്നതുമായ തത്വത്തെ, ഈശ്വരവാക്യങ്ങളൊക്കെ അങ്ങനെയാണ്, എല്ലാറ്റിനും ഉപരിയാണത്. അങ്ങനെ സ്വീകരിച്ചാലേ അതിൻ്റെ വില നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉച്ചരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അവസ്ഥയോടുകൂടിയ ലോകത്തെ ഗമിച്ചു. ആത്മാവില്ലാത്ത ലോകം ശൂന്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഭാവാർത്ഥം, പുത്രനായ പ്രിയവ്രതനെ രാജപരിപാലനത്തിൽ ഏർപ്പെടുത്തിയതിനാൽ സന്തോഷിച്ച മനു ബ്രഹ്മദേവനെ യഥാവിധി പൂജിച്ചു. നിവൃത്തിമാർഗത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിച്ചത് സാധിച്ചില്ലല്ലോ എന്നുള്ള അസന്തോഷം ഇല്ലെന്ന് പ്രിയവ്രതനും ശിഷ്യലാഭത്തിന് വിഘ്നം നേരിട്ടുവല്ലോ എന്നുള്ള വിഷാദമില്ലെന്ന് നാരദരും. അതായത് നാരദർ ബ്രഹ്മോപദേശം ചെയ്യ കാരണമാണ് വിരക്തി വന്നത്. പക്ഷേ അപ്പോൾ അവിടെ ആചാര്യനാണ്. പക്ഷെ ഇവിടെ ആര് പറഞ്ഞതാണ് മനസ്സിലാക്കേണ്ടത്? ആദ്യം അമ്മ പറഞ്ഞത് കേൾക്കണം, പിന്നെ അച്ഛൻ പറഞ്ഞത് കേൾക്കണം. അത് കഴിഞ്ഞിട്ടേ ആചാര്യൻ്റെ സ്ഥാനം വരുന്നുള്ളൂ. പക്ഷേ ഭഗവാൻ തന്നെ പ്രസന്നനായിട്ട് തിരുത്തി, താൻ അച്ഛൻ പറഞ്ഞത് കേൾക്കണം. അതുകൊണ്ടാണ് നേരിട്ടുവല്ലോ എന്നുള്ള വിഷാദമില്ലെന്ന് നാരദരും വെളിപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മാവിൻ്റെ നേരെ നോക്കി നിന്നു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവൻ മനസ്സിനും വാക്കിനും വിഷയമല്ല വ്യവഹാരമാർഗത്തെ, വാക്കിനും വിഷയമല്ലാത്തതും വ്യവഹാരമാർഗത്തെ അതിക്രമിച്ചിരിക്കുന്നതുമായ ശ്രീനാരായണ തത്വത്തെ ഉപദേശിച്ചുകൊണ്ട് സ്വവാസസ്ഥാനമായ സത്യലോകം പ്രാപിച്ചു.
സത്യലോകം പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഇനി 22-ാമത്തെ ശ്ലോകം. മനുരപി പരേണൈവം പ്രസിദ്ധന്തിതമനോരഥ സുരർഷീർവരാനുമതേ ന ആത്മജം അഖിലാധാരമണ്ഡലസ്ഥിതി ഗുപ്തയാ ആസ്ഥാപ്യ സ്വയം അതിവിഷമ വിഷയ ജലാശയാശയ ഉപരരാമ. അതായത് പരനായ ബ്രഹ്മാവിനാൽ ഏവം ഇപ്രകാരം സാധിപ്പിക്കപ്പെട്ട മനോരഥത്തോടു കൂടിയ മനുവും ദേവർഷി ശ്രേഷ്ഠൻ്റെ സമ്മതത്തോടു കൂടി പുത്രനെ സകല ഭൂമണ്ഡലത്തിൻ്റെ മര്യാദയെ പരിപാലിപ്പാനായിക്കൊണ്ട്, അതായത് ഈ ഭൂമണ്ഡലത്തെ, അല്ലാണ്ട് ഭാരതത്തെ എന്നല്ല പറഞ്ഞത്, മനു ഒരു കാലത്ത് ഈ രാജ്യം, ഈ ഭൂലോകം തന്നെ ഭാരതത്തിൻ്റെ കയ്യിലായിരുന്നു. അതാണ് നമുക്ക് അറിയാതെ കൊണ്ട് പോയത്. അപ്പോൾ പരിപാലിപ്പാനായിക്കൊണ്ട് നിശ്ചയിച്ചിട്ട് താൻ ഏറ്റവും വിഷമങ്ങളായ വിഷയങ്ങളാകുന്ന വിഷജലത്തിൻ്റെ സ്ഥാനത്തിലുള്ള ആശയിൽ നിന്ന് ഉപരമിച്ചു. അതായത് രാജപരിപാലനം ചെയ്യുമ്പോഴും എന്തുണ്ടായില്ല, അതിലാഗ്രഹം ഉണ്ടായിരുന്നില്ല. അതായത് താമര ഇലയിലെ ജലഗണം പോലെ യാതൊരു ബന്ധമില്ലാണ്ടായിരുന്നത്. അത് കുറെ കൂടി ക്ലിയറാവും അതിൻ്റെ ഭാവാർത്ഥം മനസ്സിലാവുമ്പോൾ. പുത്രനെ രാജപരിപാലനത്തിൽ ഏർപ്പെടുത്തിയിട്ട് ഭഗവാനെ ആരാധിപ്പാൻ വനത്തിലേക്ക് പോകണം എന്നുള്ള മനുവിൻ്റെ മനോരഥത്തെ ഈ വിധം ഭഗവാനായ ബ്രഹ്മദേവൻ സാധിപ്പിച്ചപ്പോൾ നാരദരുടെ അനുമതിയോടുകൂടി സകല ഭൂമണ്ഡലത്തെ, എവിടെയൊക്കെ കരകളുണ്ടോ അതൊക്കെ ഏകഛത്രാധിപതിയായിട്ട് പ്രിയവ്രതന് ഭരിക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ ഭാരതത്തിൽ മാത്രമല്ല, അതാണ് ഭൂമണ്ഡലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭഗവാനായ ബ്രഹ്മദേവൻ സാധിപ്പിച്ചപ്പോൾ നാരദരുടെ അനുമതിയോടുകൂടി സകല ഭൂമണ്ഡലത്തെ മര്യാദയിൽ നിർത്തി പരിപാലിപ്പാനായിട്ട് പുത്രനെ രാജ്യത്തിൽ അഭിഷേകം ചെയ്ത് നിശ്ചയിച്ചു. ഏറ്റവും വിഷമങ്ങളായ വിഷയവാസനകളുടെ ആവാസമായ ഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഭോഗങ്ങളിലുള്ള ആശയെ മതിയാക്കി. അതാണ് ഇനഫ്. ലൗകികമായിട്ട് എല്ലാ ശ്രേഷ്ഠതയുണ്ട്, പക്ഷേ അത് തൊട്ട് പരിഗ്രഹിക്കുക എന്നല്ലാണ്ട് അതിൻ്റെ ടേസ്റ്റിനെ സ്വീകരിക്കരുത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദർ. ഞാൻ ഇനഫ് ആസ്വദിച്ചു കഴിഞ്ഞു, മതി. ഇനി ഞാൻ ജഗദീശ്വരനെ മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ. ഇതാണ് മനോഭാവമായി മാറേണ്ടത്. 23-ാമത്തെ ശ്ലോകം നോക്കൂ. ഇതി ഹവാവാ സജഗദീപതിരീശ്വരേശ്ചയ അധിനിവേശിത കർമാധികാരോ അഖില ജഗദ്ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ യുഗളാനവരതധ്യാനാനുഭാവേന പരിരന്ധിതകഷായാശയോ അവതാതോ അഭി മാനവധർമ്മവർദ്ധനോ മഹതാം മഹീതലം മനുസസാസാം. അതിൻ്റെ വാക്കാർത്ഥം വരുന്നത്, ഇപ്രകാരം ആ രാജാവ് ഈശ്വരൻ്റെ ഇച്ഛയാൽ പ്രാപിക്കപ്പെട്ട കർമാധികാരത്തോടു കൂടിയവനായിട്ട് സകല ജഗത്തിൻ്റെ ബന്ധത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായ മാഹാത്മ്യത്തോടു കൂടിയ, ഈശ്വരാനുഗ്രഹം ഉണ്ടായാൽ എന്തുണ്ട് എന്നാ പറഞ്ഞത്, സകല ജഗത്തിൻ്റെ ബന്ധത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായ മാഹാത്മ്യത്തോടു കൂടിയ ഭഗവാനായ ആദിപുരുഷൻ്റെ പാദയുഗളത്തെ ഇടവിടാതെ ധ്യാനിച്ചതിൻ്റെ മഹിമയാൽ സദാസേവ്യ. അതാണ് നിരന്തരം ഈശ്വരപാദാരവിന്ദത്തിൽ മനസ്സ് വെച്ചുകൊണ്ട് ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ കർത്തൃത്വവും ഭോക്തൃത്വവും നമുക്കല്ല, നമുക്ക് വേണ്ട. ഈശ്വരനാൽ ചെയ്യപ്പെട്ടു, ഈശ്വരൻ്റെ കൈകളാൽ ചെയ്യപ്പെട്ടു. ആ ഈശ്വരൻ ക്ഷേത്രത്തിലല്ല, അവരവരുടെ ഹൃദയപത്മത്തിലാണ്.
അതിൻ്റെ പ്രതിബിംബമാണ് ക്ഷേത്രത്തിലുള്ള ബിംബങ്ങൾക്ക് എന്ന് വരുമ്പോൾ അഹം ബ്രഹ്മാസ്മിയായി, തത്വമസിയായി, അയമേവ ബ്രഹ്മായി, പ്രജ്ഞാനം ബ്രഹ്മ, വിശേഷപ്പെട്ട ജ്ഞാനം ബ്രഹ്മമാണ്, നാമരൂപ വിവർജിത, അതിന് നാമവുമില്ല രൂപവുമില്ല. പിന്നെന്താ? അയമേവ ബ്രഹ്മം, ഞാൻ തന്നെയാണ് ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, നീ ആരെ തേടുന്നു അത് നീ തന്നെ എന്നൊക്കെ അപ്പോൾ പറയണു, ധ്യാനിച്ചതിൻ്റെ മഹിമയാൽ ദഹിപ്പിക്കപ്പെട്ട രാഗാദിദോഷത്തോടു കൂടിയ ഈ അറിവ് കൂടണം. അറിവ് അറ്റ് ഇറ്റ് സ്പീക്കായാൽ എന്തായി എന്നാ പറയാം? ദഹിപ്പിക്കപ്പെട്ട രാഗാദിദോഷത്തോടു കൂടിയ അന്ധക്കരണത്തോടു കൂടിയാണ്. അവിടെ ബുദ്ധിയില്ല, സംഘർഷണമൂർത്തിയായിട്ടുള്ള എന്താണെന്നാ പറയുക, അഹങ്കാരമില്ല, മനസ്സില്ല. ഇവർ മൂന്ന് എവിടെ പോയി? ആത്മാവിൽ ലയിച്ചു. അപ്പോൾ ആത്മാവാരായി? പരമാത്മാവായി. പരമാത്മാവിനെ, സോക്കാളുടെ പരമാത്മാവിനെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത്. ആ ബ്രഹ്മത്തിന് പ്രകടമാവാൻ ഒരു ശരീരം വേണം. ആ ശരീരം തന്നിട്ടുള്ളത്, വഹിച്ചിട്ടുള്ളത് അച്ഛനിൽ നിന്ന് അമ്മയാണ്. അപ്പോൾ ആ അമ്മയുടെ ഉദരത്തിൽ അമ്മ എല്ലാവിധ ശ്രേഷ്ഠ ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മളെ 9 മാസവും 10 ദിവസവും അങ്ങനെ പറയാം. 9 മാസം കഴിഞ്ഞാൽ ആവാന്നാ പറയാം പ്രസവം. 10 മാസം എന്നുള്ളത് അതിൻ്റെ ഒരു ജനറൽ ടൈപ്പ് അത്രയേ ഉള്ളൂ. വഹിച്ചത് അത് നിർമ്മലാനന്ദഗിരി മഹാരാജ ഒരു ദിവസം ഒരു കാലത്ത് പറയുണ്ടായി, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അമ്മ അനുഭവിച്ച വേദന അറിയാൻ ഒരു 1.5 കിലോ 2 കിലോ കല്ല്, അതിന് മണലായിക്കോട്ടെ, ശരീരത്തിൽ വയറ്റിൽ വെച്ച് കിട്ടുക. നിങ്ങൾക്ക് അതൊരു 9 മാസം 10 ദിവസം ഒക്കെ അഴിക്കാണ്ട് പറ്റു നോക്കൂ. എങ്ങനെ പറ്റുക? സംഗതി ആകെ 2 കിലോ ഉള്ളൂ, സാധിക്കില്ല. അപ്പോൾ ഒന്ന് ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ പറ്റില്ല, ഒന്ന് കമന്ന് കിടക്കണമെങ്കിൽ പറ്റില്ല, മൂത്രം ഒഴിക്കാൻ പറ്റില്ല, മലവിസർജനം ചെയ്യാൻ പറ്റില്ല, എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെക്കണം. അങ്ങനെയുള്ള അമ്മയോട് യു പ്ലീസ് കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് സഹിക്കില്ല. അത് ഇവിടെയാണ് ഈ സനാതനധർമ്മത്തിൻ്റെ പരിപക്വതാവസ്ഥയിലേക്ക് വരേണ്ട ആവശ്യം കിടക്കുന്നത്. അപ്പോൾ മഹാന്മാരെ ആരും അതിക്രമിക്കരുതെന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഇവിടെ ആരാ മഹാൻ? ആദിമ മനു അല്ലേ? അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇനി 24-ാമത്തെ അപ്പോൾ പറഞ്ഞു, രാഗാദിദോഷത്തോടു കൂടിയ അന്ധകരണത്തോടു കൂടിയവനും പരിശുദ്ധനുമായിരുന്നുവെങ്കിലും മഹാന്മാരുടെ മാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ട്. നമ്മുടെ ഉദ്ദേശം, ജീവിത ഉദ്ദേശം എന്തായിരിക്കണം? അച്ഛനെയും അമ്മയെയും ഗുരുനാഥനെയും ശ്രേഷ്ഠന്മാരാക്കുക. അവർക്ക് ദേവത്വം പ്രാപിപ്പിക്കേണ്ടത്, അവരെ ദേവത്വം പ്രാപിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? വ്യക്തിഗതമാണ്. ഞാൻ എൻ്റെ അച്ഛനെ, എൻ്റെ മാതാവിനെ, എൻ്റെ ഗുരുനാഥനെ എത്രത്തോളം ബഹുമാനിച്ചു. അപ്പോൾ പൂജ്യനായ വ്യക്തികളെ പൂജ്യമായിരുന്ന വ്യക്തികളെ പൂജ്യനാക്കി തീർക്കുക എന്ന് പറയും. ശബ്ദം തന്നെയാണ്, പൂജ്യം, 0 എന്നർത്ഥമായി. പൂജ്യനാക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെട്ടവനായി തീരുക, നമ്മളാൽ സേവിക്കപ്പെട്ടവനായി തീരുക. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. പ്രിയവ്രതൻ ആത്മാരാമനായിരുന്നാലും ആത്മാവിൽ രമിക്കുന്നവന്ന ആത്മാരാമൻ, ആത്മാരാമത്വം, അതിന് ഒരു എക്സ്റ്റേണൽ തിങ് വേണ്ട. ബാക്കിയുള്ളതിനൊക്കെ സങ്കല്പത്തിൽ സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും സങ്കല്പ കഥാപാത്രങ്ങളായി നമ്മുടെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും അറിയാതെ കൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അത്
നമ്മളെ എവിടെ എത്തിക്കില്ല. നേരെ മറിച്ച് സാക്ഷാൽ പുരുഷോത്തമനെ, നാരായണനെ, ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ എന്ന പ്രമാണത്തിൽ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ എന്താന്നാ പറയുക, അതിൻ്റെ ശോഭ കൊണ്ട് സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ദേവചൈതന്യം നമ്മുടെ ഉള്ളിലുള്ള ഏത് തരത്തിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടുകളുണ്ടെങ്കിലും അതിനെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് അനുഭൂതി ഉണ്ടാവുക. ആ അനുഭൂതി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആനന്ദ കണ്ണീര് ഒഴുക്കണത്. അപ്പോൾ പറയണു, പ്രിയവ്രതൻ ആത്മാരാമനായിരുന്നാലും ഇപ്രകാരം ഈശ്വരേച്ഛ നിമിത്തം രാജാധികാരത്തെ അംഗീകരിക്കേണ്ടി വന്നു. സകല ലോകങ്ങളുടെയും ബന്ധത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായ മഹാത്മ്യത്തോടുകൂടിയ ആദിപുരുഷനായ ഭഗവാന്റെ പാദയുഗളത്തെ നിരന്തരം ധ്യാനിച്ചിരിക്കുന്നത് കൊണ്ട് അന്ധകരണത്തിലെ രാഗാദി മലങ്ങൾ നിശേഷം ദഹിച്ചിരുന്നതിനാൽ അതീവ പരിശുദ്ധനായിരുന്നുവെങ്കിലും ബ്രഹ്മാദിദേവന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ഭൂതലത്തെ സംരക്ഷിച്ചു. മഹാന്മാരെ ആരും അതിക്രമിക്കരുതെന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഇതാണ് ഭാഗവതം പഠിച്ചു വെച്ചാൽ ഇതിലുള്ള ധാർമ്മിക കാര്യങ്ങളെ നമ്മൾ പോഷിപ്പിക്കണം. അപ്പോഴാണ് വ്യക്തിഗതമായിട്ടുള്ള ശ്രേഷ്ഠത നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ അടുത്ത ശ്ലോകം, അധ ചതുഹിതരം പ്രജാപതേർ വിശ്വകർമ്മണ ഉപയേമേ ബർഹിഷ്മതീം നാമ തസ്യാം ഉഹ വാവ ആത്മജാനാം ആത്മസമാനശീല ഗുണകർമ്മരൂപവീര്യോദാരാൻ വീര്യോദാരാൻ ദശഭാവയാം ബഭൂവ കന്യാം ച യവനീയസീം ഊർജസ്വതീം നാമ. അതിന് ഭാവാർത്ഥം വാക്കാർത്ഥം വരുന്നത്, അനന്തരം പ്രജാപതിയായ വിശ്വകർമാവിൻ്റെ ബർഹിഷ്മതി എന്ന് പേരായ പുത്രിയെ വിവാഹം ചെയ്തു. അവളിൽ ആത്മാവിന് തുല്യമായ ശീലം, ഗുണം, കർമ്മം, രൂപം, വീര്യം, ഔദാര്യം എന്ന ഗുണങ്ങളുള്ള, അപ്പോൾ ശീലം, ഗുണം, കർമ്മം, രൂപം, വീര്യം, ഔദാര്യം, ഈ 6 ഗുണങ്ങൾ വ്യക്തിഗതമായി ആരിലുണ്ടോ അയാൾ ഈസ് ഈക്വൽ ടു ബ്രഹ്മം. അതാണ് ഇവിടെ പറഞ്ഞത്. ആത്മാവിന് തുല്യമായ ശീലം, ആത്മാവിന് തുല്യമായ ശീലം എന്താണ്? പിന്നെ ഗുണം, കർമ്മം, രൂപം, വീര്യം, ഔദാര്യം. അപ്പോൾ ശീലം ആണ് ആദ്യത്തെ. ശീലം, ഗുണം, കർമ്മം, രൂപം, വീര്യം, ഔദാര്യം. ഇത് നന്നായാൽ ഈശ്വരനായി. അപ്പോൾ ഔദാര്യം എന്ന ഗുണങ്ങളുള്ള 10 പുത്രന്മാരെയും കനിഷ്ഠയും ഊർജസ്വതി എന്നു പേരോടുകൂടിയവളുമായ കന്യകയെയും ജനിപ്പിച്ചു. ആശ്ചര്യം. അപ്പോൾ ഈ 11 കുട്ടികളുണ്ടായത് ശരിക്കും എന്താണ്? ഈശ്വരൻ്റെ വരദാനമാണ്. അപ്പോൾ ഈ ഗുണങ്ങളാണ്, അവിടെയാണ് ഒബ്ജക്റ്റിവിസം എന്ന് പറഞ്ഞത്. ആ കുട്ടികൾക്ക് ഊർജസ്വലതി എന്നുള്ള പേരെന്നെ ഊർജസ്വതി. ഈ ഊർജം പുറമേ നിന്നാണോ കിട്ടുന്നത്? അല്ല, കറണ്ട് പുറത്താണ്. അത് തൊട്ടാൽ നമുക്ക് ഷോക്കടിക്കും. പക്ഷെ നമ്മളെ തൊട്ടാൽ ഷോക്കടിക്കില്ല. നേരെ മറിച്ച് വിദ്വാനായ ഒരാൾ നമ്മുടെ തലയിൽ കൈ വെച്ചാൽ എന്തായി? ആ വ്യക്തിയിലുള്ള പോസിറ്റീവ് എനർജി നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ ഉണർത്തുന്ന നെഗറ്റീവ് എനർജി പോയി കിട്ടും. അതിനാണ് ഈ സജ്ജനങ്ങളെ കാല് തൊട്ട് നമസ്കരിക്കാതെ പറയും. അത് ചിലവർ സമ്മതിക്കില്ല. കാരണം എന്താ? ഈ മഹാപാപങ്ങൾ എന്തിനാ ഏറ്റുവാങ്ങണത്? അപ്പോൾ ഉപാസന ബലത്തിലിരിക്കണവർക്ക് മാത്രമേ സദാസമയം ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലിയും കൊണ്ട്, അല്ലെങ്കിൽ ഓം നമ ബ്രഹ്മനിഷ്ഠമായിട്ടുള്ള മന്ത്രം, ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിന് തന്നെ നമസ്കരിക്കുന്നത്.
എന്നുള്ള അവസ്ഥയിലൊക്കെ ഇരിക്കണവർക്ക് അത് സാധിക്കൂ. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു പിന്നെ കന്യകയെയും ഭായാമ്പു ഭൂവ ജനിപ്പിച്ചു, ആശ്ചര്യം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. അതെങ്ങനെ? രാജ്യം സ്വീകരിച്ച ശേഷം പ്രജാപതിയായ വിശ്വകർമാവിൻ്റെ ബഹിർഷ്മതി എന്നു പേരായ പുത്രിയെ കല്യാണം കഴിച്ചു. അവളിൽ ആത്മസമാനശീല ഗുണകർമാദികളോടുകൂടിയ 10 പുത്രന്മാരെയും ഒടുവിൽ ഊർജസ്വതി എന്നു പേരായ ഒരു കന്യയെയും ജനിപ്പിച്ചു. സുവിരക്തനായ പ്രിയവ്രതന്, വിരക്തി വന്ന സുവിരക്തനായ പ്രിയവ്രതന് ഇത്രയും സന്താനങ്ങൾ ജനിച്ചത് ഈശ്വരേച്ഛ കൊണ്ടല്ലയോ? ഇത് ആശ്ചര്യത്തെ ജനിപ്പിക്കുന്നതാകുന്നു നിശ്ചയം. അപ്പോൾ എങ്ങനെയാണ് ഈ ഭഗവാൻ വ്യാസർക്ക് ഈ 3 കുട്ടികളുണ്ടായത്? പിന്നെ അറിയണ്ടേ? അപ്പോൾ ഒന്ന് ധൃതരാഷ്ട്രായി, കണ്ണുപൊട്ടനാണ്. പിന്നെ ഒന്ന് പാണ്ഡുവായി. പിന്നെ ഒന്നോ ദാസ്യ സ്ത്രീയിൽ വിതുരർ എന്നുള്ള മഹാനുഭാവനുണ്ടായി. അപ്പോൾ നമ്മൾ ആരെ കല്യാണം കഴിക്കണോ? രാജപുത്രിയായിട്ട് കാര്യമില്ല. ഇവിടെ ദാസിക്കാണ് യമധർമ്മരാജാവിൻ്റെ അംശമായിട്ട് വിതുരർ വന്നത്. ഈ കഥകളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രീ കണ്ടീഷൻസ് എബൌട്ട് ദി മാരേജസ് അതൊക്കെ കാലഹരണപ്പെട്ട് പോകേണ്ടതാണ്. ഈശ്വരഹിതം എന്താ അതേ നടക്കൂ. അത്രയും നമ്മൾ പിന്നെ സഹിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ശ്ലോകം കൂടി പറഞ്ഞിട്ട് നിർത്താം. 25. അതിൽ വാക്കാർത്ഥമൊന്നുമില്ല, വളരെ നാമങ്ങൾ മാത്രമേ ഉള്ളൂ. ആരാണ് ഈ കുട്ടികൾ? അവരുടെ പേരാ പറഞ്ഞത്. അഗ്നീന്ദ്രേ യജ്മജിഹ്വ യജ്ഞബാഹു മഹാവീര ഹിരണ്യരേതോ ഘൃതപൃഷ്ടാസവന മേധാതിഥി വീതിഹോത്ര കവയ ഇതി സർവേ ഏവാഗ്നിനാമാനഃ. അഗ്നീന്ദ്രൻ, ഇദ്മജ്ജിഹ്വൻ, യജ്ഞബാഹു, മഹാവീരൻ, ഹിരണ്യരേതസ്, ഘൃതപൃഷ്ടൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി എന്നിങ്ങനെ അഗ്നിയുടെ പര്യായ നാമങ്ങളുള്ളവരാകുന്നു ആ 10 പുത്രന്മാർ. അതാണ് 10 പുത്രന്മാർ. ആരാണ് പറഞ്ഞത്? അഗ്നിയുടെ പര്യായങ്ങളാണ്. ഈ അഗ്നി ഇല്ലാതെ കണ്ട് നമുക്ക് വല്ല കാര്യം നടക്കുമോ? നടക്കില്ല. നമ്മുടെ വായയിൽ അഗ്നി, നമ്മുടെ ജഠരത്തിൽ അഗ്നി, അല്ലേ? എവിടെ സർവം ചൂടാണ് നമുക്ക്. അപ്പോൾ ഇവിടെ ഭഗവാനാൽ വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരു കൂട്ടി ശരീരത്തെ ഉണ്ടാക്കി അതിനെ നവദ്വാരങ്ങൾ ആയി അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ ചൈതന്യവത്തായിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ബ്രഹ്മസ്വരൂപികളാണ്. ആ ബ്രഹ്മസ്വരൂപികൾ ബ്രഹ്മാവിൻ്റെയും നാരദരുടെയും ഭഗവാന്റെയും ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരാരായിട്ട് മാറും? ലോകാസമസ്ത സുഖിനോ ഭവന്തുമായിട്ട് മാറും. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഏത് നേരമുള്ള പ്രാർത്ഥനയും ഒന്നിൽ ഏകാഗ്രത ബുദ്ധിയോടുകൂടി വയ്ക്കുകയാണെങ്കിൽ അത് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ. അപ്പോൾ മിത്രങ്ങളെന്നോ ശത്രുക്കളെന്നോ എന്നുള്ള വ്യവഹാരം ഇല്ലാതെ കണ്ട് എല്ലാം വസുദേവ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന ഒരു പ്രതീതി മനസ്സിൽ വന്നാൽ ജീവിതം വളരെ നന്നാവും. നമസ്കാരം. നാളെ കാണാം.